2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പുതിയ ചങ്ങാത്തത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പിയും എൻ.എസ്.എസും. എൻ.എസ്.എസിന്റെ സമദൂര സിദ്ധാന്തത്തെ ഐക്യമുന്നണിക്കും ഇടതുമുന്നണിക്കും മാത്രമായി പരിമിതപ്പെടുത്തി സുകുമാരൻ നായർ ബി.ജെ.പിയുമായി പരസ്യമായി കൈകോർക്കുമെന്ന് ഉറപ്പായി. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ എൻ.എസ്.എസിനൊപ്പം നിന്ന ബി.ജെ.പി 10% സാമ്പത്തിക സംവരണമെന്ന തുറപ്പുചീട്ടിറക്കി സുകുമാരൻ നായരിനെ പാട്ടിലാക്കി തെരഞ്ഞെടുപ്പ് പിന്തുണ കൂടി ഉറപ്പിച്ചെടുക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാൻ പോവുകയാണ്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം വിഭാവനം ചെയ്യുന്ന ബില്ല് രാജ്യസഭയിലും പാസാക്കിയതിന് പിന്നാലെയാണ് എൻ.എസ്.എസിന്റെ ഈ പ്രതികരണം. സംവരണ ബിൽ സ്വാഗതാർഹമാണെന്നും എല്ലാ ജനങ്ങളെയും തുല്യമായി കണ്ടതിൽ സർക്കാരിന്റെ നീതിബോധത്തെയാണ് തെളിയിക്കുന്നതെന്നും എൻ.എസ്.എസ് വ്യക്തമാക്കി. എൻ.എസ്.എസിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ അവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു മുന്നോക്കക്കാരുടെ സാമ്പത്തിക സംവരണം. കേന്ദ്ര സർക്കാർ മുന്നോക്ക സംവരണ ബിൽ പാസാക്കിയതോടെ എൻ.എസ്.എസ് ബി.ജെ.പിയുമായി പരസ്യമായി സഖ്യത്തിലേർപ്പെടും. എൻ.എസ്.എസ് അന്ന് സ്വപ്നം കണ്ട സംവരണ ബില്ലാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്. എൻ.എസ്.എസ് ബി.ജെ.പിയുമായി ചേരുന്നതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിൽ പത്തനംതിട്ട പോലുള്ള മധ്യ തിരുവിതാംകൂർ ജില്ലകളിൽ കോൺഗ്രസിന്റെ നില പരുങ്ങലിലാകും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്ക വിഭാഗക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ സംവരണ ബിൽ പാസാക്കിയത്. എൻ.എസ്.എസിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടുകൂടി കേരളത്തിലേക്കുള്ള അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്.